കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കാവുന്ന രുചികരവും പോഷകപ്രധാനവുമായ ഒരു ഭക്ഷണമാണ് മുട്ട. മുട്ടയിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ അമിതവണ്ണമില്ലാത്ത കുട്ടികളുടെ ഭക്ഷണത്തിൽ നിത്യവും ഉൾപ്പെടുത്താവുന്നതാണ്. പ്രമേഹം, ഹൃദ്രോഗം, അമിതവണ്ണം, അമിത കൊളസ്ട്രോൾ എന്നിവയുള്ളവർ മുട്ടയുടെ മഞ്ഞക്കുരു ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യണം. 35 വയസ്സിന് മുകളിലുള്ളവർ ആഴ്ചയിൽ 2 മുട്ട കഴിച്ചാൽ മതി. കേടായ മുട്ടയുടെ തോട് പരുക്കനായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പ് കലർത്തി മുട്ട അതിലിടുക. അത് പൊങ്ങിക്കിടന്നാൽ മുട്ട കേടാണ്. പൊട്ടിച്ചു കഴിയുമ്പോൾ വെള്ളക്കുരു വെള്ളം പോലെ വന്നാലും കേടായ മുട്ടയാണെന്ന് കരുതാം. കേടായ മുട്ടയുടെ മഞ്ഞക്കുരു പൊട്ടി വെള്ളയോട് യോജിച്ചിരിക്കും. മുട്ട വൃത്തിയായി കഴുകി സ്പൂൺ കൊണ്ട് വേണം പൊട്ടിക്കാൻ. മുട്ട പാകം ചെയ്യും മുമ്പ് കൈകൾ വൃത്തിയായി കഴുകണം. 5 മുതൽ 7 മിനിറ്റ് വരെ മുട്ട പുഴുങ്ങാം. മുട്ടയുടെ വെള്ളയുണ്ണി നന്നായി ഉറയ്ക്കുന്നത് വരെ വേവിക്കുന്നതാണ് സുരക്ഷിതം. പച്ചമുട്ട ഫ്രിഡ്ജിലെ എഗ് ട്രേയിൽ പോഷക നഷ്ടമില്ലാതെ 3 ആഴ്ചയോളം സൂക്ഷിക്കാം. പൊട്ടിച്ച മുട്ടയുടെ ശിഷ്ടഭാഗങ്ങൾ വായു കിടക്കാത്ത പാത്രത്തിലാക്കി ഒരു ദിവസം ഫ്രീസറിൽ സൂക്ഷിക്കാം. പൊട്ടിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറിലേറെ സാധാരണ ചൂടിൽ സൂക്ഷിക്കരുത്. വിറ്റാമിൻ സി ഒഴികെ ഇരുമ്പ്, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം എന്നീ ലവണങ്ങളും വിറ്റാമിൻ എ, ഡി, ബി മുട്ടയിലുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക.